Good morning, sir. Okay, good morning, Gina. Good morning, sir. Good morning, sir. Okay, Nitya. Okay, Divya. Good morning, sir. Okay, Saiba. Good morning, sir. Okay, Deepa. Good morning, sir. Okay, Shali Babu. ആരംഭിച്ചാലോ? Let us start. Yes, sir. Okay. വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, 11 പേരല്ലേ ഉള്ളൂ. യെസ്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്കൊരു വീട് കിട്ടിയ ക്ലാസ് ആണ്. പ്രതീക്ഷിച്ച് വന്നതല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. ഓക്കെ. വെരി ഗുഡ്. നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് ആരംഭിച്ച് അതിലൂടെ മുന്നോട്ട് ആദ്യം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് കുറച്ച് മിസ്പ്ലെക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകൾ പറയും. നിങ്ങൾ അത് നോക്കിയിട്ട് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണോ ആ ഓർഡറിൽ നിങ്ങൾ അത് എഴുതുന്നു. ഓക്കെ. അപ്പൊ ഒരു നോട്ട്ബുക്ക് റെഡിയാക്കുക, കയ്യില് ഒരു പേനയും എടുത്ത് വയ്ക്കുക. So I am going to say some misspelled spellings. നിങ്ങൾ അതിന്റെ കറക്റ്റ് സ്പെല്ലിങ്ങിലോട്ട് മാറി എഴുതുന്നു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഗ്യാപ്പ് ഇട്ട് എഴുതിയ ഒരു ലെറ്റർ, ചെറിയൊരു ഗ്യാപ്പ്, അടുത്ത ഗ്യാപ്പ്. ഓക്കെ, മനസ്സിലായി കിടന്ന് വിശ്വസിക്കുന്നു. എനി ഡൗട്ട്? നോ ഡൗട്ട്. ഓക്കെ. അപ്പോ നമ്പർ 1 OMBRO. I will repeat. OMBRO. ഇതേ സ്പെല്ലിംഗ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് വേർഡ് നിങ്ങൾ ഉപയോഗിക്കാം. പറയാം. പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. Broom, sir. ഓക്കെ. നിത്യ കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. വെരി ഗുഡ്. ബ്രൂം ആണ്. BROOM. ബ്രൂം ഇസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചാടി ചെയ്തിരിക്കുന്നു. ഓക്കെ. രണ്ടാമത്തേത് പറയാം. രണ്ടാമത്തേത് സ്പെല്ലിംഗ് പറയാണ്. RMR വീണ്ടും ROI. Mirror. ഓക്കെ ശ്രുതി ബാബു, വെരി ഗുഡ്. യു ആർ ഇന്റലിജന്റ്. അപ്പോ ഇതിന്റെ ആൻസർ ഏതാണ്? മിറർ ആണ്. മിറർ. ഓക്കെ. ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവൽ വെച്ച് ചിന്തിക്കും. ആദ്യം റൂമായിരുന്നു, രണ്ടാമത്തേത് എന്തായി? മിററായി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്തത് മൂന്നാമത്തത് KC വീണ്ടും COL. ഓക്കെ. Clock. ഓക്കെ രജില, വെരി ഗുഡ്. ക്ലോക്ക്. CLOCK, ക്ലോക്ക്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ERT
A, P, C. സർ ഒന്നുകൂടെ പറയോ? പറയാം. ERTAPC. Carpet ആണോ sir? Okay, Divya. Okay, Ashna is the correct answer. Carpet. Very good, very good. Okay, over. Okay. അടുത്തത് HARPET. AI. Almira. പറയൂ ഷഹന. Almira. ഓക്കെ ശരിയാ. അൽമാര എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ വെരി ഗുഡ്. അപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കറൻസിയാണ്. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ കറൻസി. അപ്പൊ നിങ്ങൾ ഹൗസ് ഹോൾഡ് ഐറ്റം വെച്ച് ചിന്തിക്കരുത്. ഇറ്റ് ഈസ് കറൻസി. ഇറ്റ് മീൻസ് കറൻസി. ഓക്കെ. യെസ്. ആദ്യത്തേത് ALRI. Real. Okay. Afnamul. Okay. Asna. Okay. Divya is the correct answer. Real. RIAL. Real. അടുത്തത് UEOR. Euro. Okay. Okay, Ashwini. Okay, Divya. Okay, Nitya. Okay, Najila. Okay, Ashna. Okay, very good. Euro. Very good. പെട്ടെന്ന് അറിയാൻ പറ്റും. യെസ്. അടുത്തത് ENY. Yen. Okay, Divya. Okay, Sahadona. Okay, Srilashmi. Correct ആണ്. Yen. 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 Okay. അടുത്തത് LRAOLD. Dollar. Okay, Saiba. Okay, Afnamol. Okay, Srilashmi. It's the correct answer. Very good. Correct answer. It is a dollar. Okay. അടുത്തത് അടുത്തത് HARIPU. ദിർഹം. എന്തോ ദീർഘമല്ല. അപ്പൊ ഡി വന്നിട്ടില്ല, യു ആണ്. HARIPU. പി ആണോ സർ? പി പോലീസ്. ഡി. ഡി അല്ല, പി ആണ്. PU. Okay, Shahnamol is the correct answer. Very good. Rupiah. Very good, Shahana. Okay. Very good. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം കുറച്ച് ഹൗസ് ഹോൾഡ് ഐറ്റംസ് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു. കറൻസി പറഞ്ഞു. അതും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സബ്ജക്റ്റുകളാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ, ഓരോ വിഷയങ്ങൾ. ഓക്കെ, അതാണ് വരുന്നത്. അപ്പൊ ആ ലെവലിൽ വെച്ച് ചിന്തിച്ചാൽ മതി.
അപ്പൊ ഞാനത് പ്രൂവ് ഇട്ട് തന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ആ ലെവലിൽ ചിന്തിച്ചാണ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് എഴുതിക്കോളൂ. ടി എസ് എം എ എച്ച്. മാത്സ്. ഓക്കെ ഓക്കെ ദിവ്യ, ഓക്കെ അഫ്ര, ഓക്കെ സഹതോണ, ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ ഷഹാന. ശ്രീലക്ഷ്മി ഞാനിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതിന് മുമ്പേ എഴുതി, കാരണം കറക്റ്റ് ആയിട്ട് പിടിക്കില്ല. ടി എസ് എം എ എച്ച്, മാത്സ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഐ വൈ സി എസ് പി. ഫിസിക്സ്. നിങ്ങൾ ഇതിനെ കൊണ്ട് ചോദ്യം പോലും മുഴുമിപ്പിക്കാൻ സമ്മതിക്കില്ല. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്ന, വെരി ഗുഡ് സഹദോന, വെരി ഗുഡ് നിത്യ, വെരി ഗുഡ്. ഫിസിക്സ്. ഞാൻ ചോദ്യം പറയുകയാണ് കേട്ടാ. ഐ വൈ സി എസ് പി എച്ച് എസ്. ഓക്കെ ഓക്കെ, ഫിസിക്സ്. അടുത്തത് സി ഒ എം ഇ കെമിസ്ട്രി. സി എൻ ഐ ഒ എസ്. കമ്മ്യൂണിക്കേഷൻ. എക്കണോമിക്സ്. എക്കണോമിക്സ്. ഇക്കണോമിക്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരാള് ഈ സി എച്ച് ഒക്കെ വന്നപ്പോ തന്നെ കെമിസ്ട്രി വിചാരിച്ചു. ഓക്കെ, കെമിസ്ട്രി ഏതായാലും ഉണ്ടായിരുന്നത് കേട്ടോ. ഇക്കണോമിക്സ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എം ടി ആർ ഐ എസ് എച്ച് വൈ ഇ സി. കെമിസ്ട്രി. നേരത്തെ ഒരാൾ കെമിസ്ട്രി പറഞ്ഞപ്പോ ഫസീല നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ. ദിവ്യ, ഓക്കെ. സൈബ, വെരി ഗുഡ് വെരി ഗുഡ്. ലക്ഷ്മി, ഓക്കെ ഓക്കെ, ഇറ്റ് ഈസ് കെമിസ്ട്രി. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് എസ് എൽ ഐ ജി എൻ ഇ എച്ച്. ഇംഗ്ലീഷ്. ഓക്കെ ശരി. ഓക്കെ ദിവ്യ, ഓക്കെ സഹദോണ, ഓക്കെ ഷഹാന, വെരി ഗുഡ്. നിങ്ങൾ ആരെ മറന്നാലും എന്നെ മറക്കില്ലെന്നറിയാം. കറക്റ്റ് ആയിട്ട് പറയുന്നത് എനിക്കറിയാം. വെരി ഗുഡ്. യെസ്. എങ്കിൽ അടുത്തത് ഓക്കെ ദിവ്യ, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ചോദ്യം ഇതാണ്. ഐ സി എസ് വി പി ഐ. സിവിക്സ്. ഓക്കെ നജില, വെരി ഗുഡ് വെരി ഗുഡ്. കടവത്ത് കറക്റ്റ് ആണ്. യെസ്, ഇറ്റ് ഈസ് സിവിക്സ്. ഹിസ്റ്ററി ആൻഡ് സിവിക്സ്. പൗരധർമ്മം പൗരബോധം എന്നൊക്കെ പറയാറില്ലേ? യെസ്, സിവിക്സ് ആണ്. CIVICS ആണ് സിവിക്സ്. ഓക്കെ ദിവ്യ, കറക്റ്റ് ആണ്. യെസ്. അടുത്തത് ലാസ്റ്റ് വേണം ഈ ആ സെക്ഷനിൽ ലാസ്റ്റ്. ഓക്കെ, സ്പെല്ലിംഗ് ഇതാണ്. HARPYG, വീണ്ടും G, ജോഗ്രഫി ആണോ സർ? OE. Actually, very good, correct. Your calculation is very right. Very good, very good. എങ്ങോട്ടാണ് പോണെന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ ആർക്ക് മനസ്സിലായി? അശ്വതിക്ക് മനസ്സിലായി. ഓക്കെ അശ്വതി, യു ആർ റൈറ്റ്. കറക്റ്റ് ആൻസർ ജിയോഗ്രഫി. ഓക്കെ ഓക്കെ റജീന. റജീന ഒക്കെ വന്നോ? യെസ്. യെസ്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അത്
ഒരു ആദ്യം പറയുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം പറയുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. യങ് ബൺസിനെ കുറിച്ച് ചോദിച്ചാണ്. യങ് ബൺസ് യെസ് സർ. ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ നമ്മള് ഫസ്റ്റ് നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ് വെച്ചിട്ട് ഒന്നും ചെയ്തില്ലേ? അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതും ചെയ്തിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വേറൊരു പ്രോജക്റ്റിലോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ കണക്കാക്കി വന്നതല്ല. യെസ്, ആരാണ്? ദിവ്യ കേസ്. വിവിധ. Yes, sir. Vividha, how are you? I am fine. Okay. What is your dream? Dream. Newly home. Build a newly home. Oh, to have a newly home. Very good, Vividha. Let your dream be completed in 2025. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ വിവിധ, ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ ഹാവ് എന്ന് പറയുന്ന ഒരു വേർഡിനെ കുറിച്ച്, ഒരു ഓക്സിലറി വെർബിനെ കുറിച്ച് പറയുന്നു. അപ്പോ വിവിധയാണ് ആൻസർ പറയേണ്ടത്. ചോദ്യം ചോദിക്കുന്നത് വിവിധയോടെ ആണെങ്കിലും നമുക്ക് കഴിയുമ്പോൾ ഓരോരുത്തർ പറയാം. ഓക്കെ, സംഭവം വേറൊന്നുമില്ല. ഇപ്പോ എനിക്കൊരു സംഗതിയുണ്ട്. ഇപ്പൊ ഐ ഹാവ് എ സ്കൂട്ടർ. എനിക്ക് പറയാം. സാർ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതെ. നമ്മൾ ഈ പ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കുന്നു. ഐ ഹാവ് എന്നുള്ളത് എനിക്ക് ഉണ്ട് എന്നുള്ളത് 10 ഐറ്റം നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഇല്ല എന്നുള്ള ഒരു 5 ഐറ്റം നമ്മൾ പറയും. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് ഹാവ്. അപ്പൊ എനിക്ക് പറയാം ഐ ഡോണ്ട് ഹാവ് എ കാർ. എനിക്കൊരു കാറില്ല. ഐ ഡോണ്ട് ഹാവ് എ ബൈസിക്കിൾ. എനിക്കൊരു ബൈസിക്കിൾ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ ഹസ്ബൻഡ്. എനിക്കൊരു ഭർത്താവില്ല. ഐ ഡോണ്ട് ഹാവ് എ ടെക്സ്റ്റ് ബുക്ക്. എനിക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കയ്യിലില്ലാത്ത 5 ഐറ്റം നിങ്ങൾ നോക്കി. ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു 5 ഐറ്റം നിങ്ങൾ നോക്കി വെക്കുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഞാൻ ഹാവ് പറഞ്ഞിട്ടില്ലെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കുന്നു ഐ ഡോണ്ട് ഹാവ്. നമുക്കതില്ല. ഐ ഡോണ്ട് ഹാവ്. യെസ്, വിവിധ. Yes, sir. ഒരു 5 ഐറ്റം പറഞ്ഞേ. വിവിധക്ക് ഇല്ലാത്തൊരു 5 ഐറ്റം പറഞ്ഞേ. I don't have money. I don't have money. Yes. I don't have home. I don't have home. I don't have pets. I don't have Pet. Okay. Very good. I don't have personal loans. I don't have personal loans. Very good. I don't have job. I don't have a job. Okay, very good. Okay, Vivida, correct. Okay. ഓരോരുത്തരും ഐ ഡോണ്ട് ഹാവിനെ കുറിച്ച് 5 വാചകങ്ങൾ, 5 കാര്യങ്ങൾ. 5 കൂടുതൽ പറഞ്ഞാലും കുഴപ്പമില്ല. ഞാനിപ്പോ ഡോണ്ട് ഹാവ് ഉള്ളതിന്റെ പേരിലാണ് ഒഴിവാക്കിയത്. നേരത്തെ ഐ ഹാവ് പറഞ്ഞപ്പോൾ ഞാൻ 10 പറഞ്ഞത്. യെസ്, ഇത് കഴിഞ്ഞ ശേഷം അടുത്ത് വേറെ സെക്ഷനോട്ട് വരും കേട്ടോ. യെസ്, അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഐ ഡോണ്ട് ഹാവ്. ഓക്കെ, അടുത്തത് ദിവ്യ നവീൻ. പറഞ്ഞോളൂ. I don't have any family problems. Yes. I don't have enough money. I don't have enough money. അതൊക്കെ വരും, പേടിക്കണ്ട. ജോലിയൊക്കെ കിട്ടട്ടെ. Yes. I don't have pink saree. Yes.
I don't have pink color saree. I don't have black saree. കിടക്കയിലേക്ക് എടുക്കുന്നത് നമുക്ക് ആ കളറിലോട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കതില്ല. നമുക്കറിയാലോ ഇല്ലാത്തത്. യെസ് പറഞ്ഞോ. I don't have car. യെസ് ഒന്നുകൂടി പറയാം. വൺ മോർ. I don't have laptop. I don't have laptop. വെരി ഗുഡ് ദിവ്യ. ഓക്കെ നമുക്ക് ആൻസർ മതിയില്ല. നിങ്ങളുടെ ആൻസർ റെഡിയാക്കി വെച്ചു. ഷഹാന. ഓക്കെ അപ്പൊ നമ്മളോട് പറഞ്ഞോളൂ. I don't have vehicles. യെസ്. I don't have home. യെസ്. I don't have children. യെസ്. I don't have sister. യെസ്. I don't have tension. I don't have Tension. tension. Yes, okay, very good. അത് I ആരും don't പറയാം. have enemies. Yes. Okay. Okay, very good. Okay. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്. I don't have. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ സാറേ ഞാൻ പറയാം കേട്ടോ. ഒന്ന് പറഞ്ഞു പറയാട്ടോ. ഞാൻ ഓക്കെ. ലജില കടവത്ത് പറഞ്ഞോളൂ ലജില. I don't have a graduation certificate. Oh, very good. Yeah. I don't have any confusion about my Montessori course. Yes. Oh. I don't have a long hair. Yes. I don't have a driving license. Okay. I don't have a day without the remembrance of God. Okay. Very good. അപ്പൊ നജില എന്താ പറയാ, ഒരു ഓട്ടോബയോഗ്രഫിയാണ് എഴുതിയത് അല്ലേ? വെരി ഗുഡ്. നജില വെരി ഗുഡ്. പലപ്പോഴും നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടില്ല ഇന്ന സംഗതി വേണമായിരുന്നു, ഇന്നത് വേണമായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ കയ്യിലില്ലാന്ന്. അതിന്റെ മുകളിൽ ഡോണ്ട് ഹാവ് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഡു നോട്ട് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ഡു പ്ലസ് നോട്ട് ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് എന്ന് പറയുന്നു. ഓക്കെ, സഹതോണ പറഞ്ഞോളൂ. I don't have an aeroplane. I don't have Okay. job. I don't have a child. I don't have a beautiful. I don't have a kitchen helper. Yes, I don't have kitchen helper. Very good. അത് ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ. ആരും പറയാത്തൊരു കാര്യമാണ്. നേരത്തെ കടവത്ത് പറഞ്ഞതുപോലെ I don't have a kitchen helper. Yes, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഓക്കെ. അന്നറോയ്. Yes, sir. പറഞ്ഞോളൂ. I don't have a job. Yes. I don't have a money. Yes. I don't have driving. Yes. Driving license. I don't have spoke English fluently. Oh, I don't have efficiency for speaking English. Okay, very good. I don't have any vehicle. I don't have any vehicle. Okay. ഇതെല്ലാം വരും. Don't worry. Be happy. 2025 അവസാനിക്കുമ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് തേടി വരും. Okay. Thank you, sir. ഓക്കെ. അപ്പൊ ആദ്യം റെജീന, അത് കഴിഞ്ഞിട്ട് നിത്യ. ഓക്കെ, റെഡി ആയിക്കോളൂ നിത്യ. റെജീന, ഇഷ്ടം. I don't have a good friend. Yes. I don't have a sister. Yes. I don't have a necklace. Yes. I don't have a microwave oven. Yes. I don't have like fish curry. Yes. Okay. അപ്പേ റെജീന ഇപ്പൊ ഒരു വീടിന് ഒരു പാർക്ക് നടത്തുകയാണെങ്കിൽ തൃശ്ശൂര് ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേര് നമ്മളിവിടെ പെരകേറി താമസം എന്ന് പറയുന്നത്. തൃശ്ശൂർ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് വേറൊരു പേരുണ്ട്, പറയാമോ? പാലുകാച്ചലോ? കുട്ടൂഷ. ഓക്കെ, വെരി ഗുഡ്. കുട്ടൂഷ. അപ്പൊ ഞാൻ എന്താ പറയാ, തൃശ്ശൂര് ഒക്കെ ഒരു സ്ഥിരതാമസമൊക്കെ കുറെ ആൾ വന്ന സമയത്ത് ഇതേപോലെ കുട്ടൂഷനെ വന്നോന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താണ് സംഗതി കിട്ടിയില്ല. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ ആരോട് ചോദിച്ചു സംഗതി. ഓക്കെ, ഞാൻ വരാനൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്താണ്. അപ്പോഴാണ് ഇത് വീട്ടിൽ കയറി താമസിക്കുന്നതിനെയാണെന്ന് പറയുന്നത്. അപ്പൊ പുള്ളി തന്നെ അതിന്റെ ഒരു എക്സ്പ്ലനേഷനും പറഞ്ഞു. പണ്ട് കാലത്ത് അപ്പൊ എങ്ങനെ ഈ വാക്ക് വന്നു എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, പണ്ട് കാലത്ത് വീട്ടിലോട്ട് കയറി താമസിക്കുന്നതിന് മുമ്പ് ആളുകള് വീടിന്റെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ച് കുറ്റിയിട്ടിട്ട് ഒരു പൂജ നടത്തുമായിരുന്നു. അപ്പൊ കുറ്റിയിട്ട് പൂജ നടത്തുമായിരുന്നു. അതാണ് പിന്നീട് ലോപിച്ച് കുറ്റിയിട്ട് പൂജ ലോപിച്ച്
കുട്ടൂഷയായിട്ട് മാറിയത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ റെജിന അതേപോലെ കുട്ടൂഷ നടത്തിയത് നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുചെല്ലുന്ന കാര്യം റെജിന പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈക്രോ ഓവൺ ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ റെജിന. ഓക്കെ നിത്യ, യു സ്റ്റാർട്ട്. I don't have grandparents. I don't have bad habits. Yes. I don't have self earnings. Yes. I don't have property. I Yes. don't have enemies. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇതെല്ലാം റെഡി ആയിട്ട് വരും നിത്യ. ഡോണ്ട് വറി, ബി ഹാപ്പി. അത് ഗ്രാൻഡ് പാരന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവര് ഞാനാണ്. ഞാൻ പറയട്ടെ സാർ. യെസ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. I don't have any knowledge about it. യെസ്, ഓക്കെ. I don't have anything in it. യെസ്. I don't have any relation with him. യെസ്. I don't have peace of mind. ഐ ഡോണ്ട് ഹാവ് പീസ് ഓഫ് മൈൻഡ്. നേരത്തെ ഒരാൾ ഐ ഹാവ് നോ ടെൻഷൻ എന്ന് പറഞ്ഞാണ്. ഐ ഡോണ്ട് ഹാവ് നോ ടെൻഷൻ. I don't have any healthy problems. I don't Okay. have any liabilities. ഓക്കെ, ഇനിയുണ്ടോ മുബഷിറ? ആരെണ്ണം പറഞ്ഞു? ആരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു ഫോണെ കേട്ടപ്പോ ഇനി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഓക്കെ മുബഷിറ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, Thank you, sir. റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മുബഷിറ പറഞ്ഞത്. ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി ആരാണ് ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയുന്നത്? Sir, ഞാൻ പറയാം. ഓക്കെ ദീപ, പറഞ്ഞോളൂ. I don't have car. I don't have phone. I don't have brother. I don't Yes. have traditional ornaments. I don't have bullet. ഓക്കെ ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ബുള്ളറ്റ്. ഈ ദീപക്ക് ബുള്ളറ്റ് ഓടിക്കുന്നത് താല്പര്യമുള്ള കൂടുതൽപ്പെട്ടാണോ? അതെ അതെ അതെ. വെരി ഗുഡ് വെരി ഗുഡ്. മൈ ഡോട്ടർ ഈസ് ആൾസോ സേവിംഗ് എ ബുള്ളറ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ദീപ അത് പറഞ്ഞിട്ടുണ്ട്. ദീപയുടെ ആഗ്രഹം തന്നെ ബുള്ളറ്റ് ഓടിക്കലാന്ന്. വെരി ഗുഡ് വെരി ഗുഡ്. അത് കൊള്ളാം. ചില ആളുകൾക്ക് ഇപ്പൊ ഹെവി വെഹിക്കിൾ ആയിരിക്കും താല്പര്യം, ലൈറ്റ് വെഹിക്കിളോട് താല്പര്യം ഉണ്ടാവും. യെസ്, അതൊരു കല തന്നെയാണ്. നന്നായിട്ട് വണ്ടി ഓടിക്കുക. ചില ആളുകൾ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് രസം തോന്നും. അവരുടെ ആ കൈവിരലുകൾക്കിടയിലൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് ഒക്കെ പോണതും ഒരു വിരലുകൊണ്ടൊക്കെ തിരിച്ചൊക്കെ വളച്ചു പിടിക്കുന്നതും ഇതൊക്കെ കാണുമ്പേ യെസ്, വളരെ കൗതുകമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നല്ലൊരു ബുള്ളറ്റ് പ്രേമിയായിട്ട് ദീപ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, യെസ്. അതിന്റെ വലിയ ഇതൊന്നും ഇല്ല, അതൊക്കെ നമുക്ക് നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബുള്ളറ്റ് സംഘടിപ്പിക്കാൻ എനിക്ക് പാടുന്നില്ല. ആരും ഉണ്ടോ എന്നെ വിളിക്കും. എന്തോ ഞങ്ങളുടെ ഇവിടെ ആരെടുത്താലും ഫസ്റ്റ് എന്നെ വിളിക്കാറുണ്ട്. അതെ, പിന്നെന്താ കുഴപ്പമുള്ളത്? പക്ഷെ എനിക്ക് അങ്ങനെ പോരാ, എനിക്ക് ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോണം. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. അതെ, ഈ യാത്ര പോകുന്ന നല്ല രസമാണ്. ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ് ബുള്ളറ്റ്. മറ്റു വണ്ടിനേക്കാൾ കൂടുതൽ നടുവേദന ഇത് കുറവായിരിക്കും, സുഖമായിട്ടങ്ങൾ പോവാം. ഏറ്റവും നന്നായിട്ട് സ്പീഡിലും ഏറ്റവും സ്പീഡ് കുറച്ചു, രണ്ട് രീതിയിലും അത് പോവാം. യെസ്, പിന്നെ അതിനകത്ത് കയറിയിരിക്കുമ്പോൾ ഒരാൾക്ക് ശരീരമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലുക്കാണ്. യെസ്, ഓക്കെ ഓക്കെ ദീപ, ലെറ്റ് യുവർ ഡ്രീം ബി ഫുൾഫിൽ. ഓക്കെ, എത്ര റെഡിയാവും? നമുക്ക് മോണ്ടിസോറി ടീച്ചറായിട്ട് ജോലി കിട്ടി കഴിഞ്ഞാല് അപ്പൊ തന്നെ നമുക്ക് സംഗതി വാങ്ങിച്ചൂടെ? യെസ്, അപ്പൊ പറയാലോ. അപ്പൊ അത് സഹതോട് എന്താ പറഞ്ഞേ? അല്ല ദീപേ, ബുള്ളറ്റ് ഓടിച്ചിട്ട് പഠിപ്പിക്കാൻ പോണ ഓർത്ത് നോക്കാൻ പറഞ്ഞ സാരി കൊടുത്ത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ദീപ അങ്ങനെ ബുള്ളറ്റ് ഓടിച്ച് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് കുട്ടികൾക്കും അതൊരു പ്രയോജനവും അവരുടെ ഉള്ളിലേക്ക് ഒരു മോഹം വിട്ടുകൊടുക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലേക്കൊക്കെ ഇന്ന ആളായി തീരണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും നമ്മൾ കണ്ടതിന് ശേഷമല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റോൾ മോഡൽ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ? അറിയാണ്ട് ദീപ ഒരുപാട് ആളുകളുടെ റോൾ മോഡലായിട്ട് മാറും. എനിക്ക് ദീപ ടീച്ചറെ പോലെ ബുള്ളറ്റ് ഓടിച്ചു പോകണം എന്നാണ് ആഗ്രഹം കുട്ടികൾ വിധിച്ചെന്ന് പറയും. ഓക്കെ, യെസ്, അപ്പൊ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വിജയിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി ആരാണ് അടുത്ത് പറയുന്നത്? പാർവതി, യെസ് സാർ. പറഞ്ഞോളൂ പാർവതി. എല്ലാരും പറഞ്ഞു. പിന്നെ എല്ലാവരും പറഞ്ഞു. പാർവതി ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും ആദ്യം വന്ന എല്ലാവരും കുറച്ച് പേരൊക്കെയാണ് പറഞ്ഞു പോയി. യെസ്, പറഞ്ഞോളൂ പാർവതി. ഐ ഡോണ്ട് ഹാവ്, I don't have any job.
Okay. I don't have any worries about my life. Yes, very good. Very good. ഒരാൾ നേരത്തെ ഐ ഡോണ്ട് ഹാവ് പീസ് ഓഫ് നോ പീസ് ഓഫ് ഐ ഡോണ്ട് ഹാവ് പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞ് നിർത്തിയോളൂ. ഓക്കെ. യെസ്, അടുത്തത്. Mm, ഇനി ഒരു 3 കൂടി വേണം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഇതുവരെ പൂർത്തിയാവാത്തൊരു ആഗ്രഹമാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഐ ഡോണ്ട് ഹാവ് ചേർന്ന് പറയാം. സോറി സാർ, ഞാൻ കുറച്ചു നേരത്തെ കയറിയുള്ളൂ, അപ്പൊ ഞാൻ എഴുതി വെച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ. ഹിമാലാൽ, ഹിമ. യെസ്. ഞാൻ പറയട്ടെ സർ? ഓക്കെ, സോഫിയ പറഞ്ഞോളൂ. I don't have the sun. I Yes. don't have work. I Yes. don't have brothers. Yes. I don't have the license of car. I don't have the cat. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, സോഫിയ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. യെസ്. ഇനി ആരാണ് അടുത്തത് പറയുന്നത്? ഐ ഡോണ്ട് ഹാവ്. അശ്വതി ബാബു പറഞ്ഞോളൂ. I don't have money. I don't have a big house. I don't Yes. have a beautiful garden. I don't Yes. have a car. I don't have a red chudidar. I don't Yes. have your keys. I Yes. don't have time to eat. I don't have time to debate with you. യെസ്. വെരി ഗുഡ്. ഓക്കെ, അശ്വതി 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 5 ഞാൻ ചോദിച്ചുള്ളൂ, എന്നാലും 3 എണ്ണം കൂടി കൂട്ടി 8 എണ്ണം പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ അശ്വതി. യെസ്. ഇനി ആർക്കാണ് പറയാനുള്ളത്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കുറച്ച് പേരുടെ. ഓക്കെ, ഫസ്റ്റിന പറഞ്ഞോളൂ. ഫസ്റ്റ്. I don't have a dream. I Yes. don't have sad. Yes. I don't have fat. Yes. I don't have blue eyes. Yes. I don't have a bike. ഓക്കെ. പിന്നെ പറഞ്ഞോ, ഇനിയുണ്ടോ? ഓക്കെ. ഈ ബ്ലൂ ഐസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഞാൻ വേറൊരു കാര്യം പറയാം. പൂച്ചക്കണ്ണെന്ന് കേട്ടിട്ടില്ലേ? പൂച്ചക്കണ്ണ് എന്നുള്ളതിന് ഒരു മലയാളത്തിലൊരു വാചകം പറയാറുണ്ട്. പൂച്ചക്കണ്ണ്, ഗജമുഖവാഹന റിപുനയനം കേട്ടിട്ടുണ്ടാവുന്നുണ്ട്. ഇപ്പൊ ബ്ലൂ ഐസ് എന്ന് ഫസീല പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്ട് ഗജമുഖവാഹന റിപുനയനം. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഗജം എന്ന് വെച്ച് കഴിഞ്ഞാല് ആന. ഗജമുഖം, ആനയുടെ മുഖത്തോടു കൂടിയത്. അതാരാണ്? ഗണപതി. അപ്പൊ ഗജമുഖവാഹന, ഗജമുഖനായ ഗണപതിയുടെ വാഹനം ആരാണ്? എലി. ഗജമുഖവാഹന റിപു എന്ന് പറഞ്ഞാല് ശത്രു. എലിയുടെ ശത്രു ആരാണ്? പൂച്ച. നയനം, കണ്ണ്. അപ്പൊ ഗജമുഖവാഹന റിപുനയനം എവിടെയെങ്കിലും ഒക്കെ ഇറക്കിക്കോട്ടെ എന്ന് വെച്ചാൽ എന്താണ്? ഗജമുഖവാഹന റിപുനയനം. ഓക്കെ. ഇവിടെ ഫസീല ഇപ്പൊ നീല കണ്ടു പറഞ്ഞു. യെസ്. ഗജമുഖവാഹന റിപു. ഒന്നും കൂടി പറയോ? രഘു അല്ലേ? റിപു ശത്രു. നയനം. ഗജമുഖവാഹന റിപു നയനം. ഓക്കെ. വെരി ഗുഡ്. യെസ്. അതുപോലെ ഞാൻ വേണമെങ്കിലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സെന്റൻസ് 3 ബിക്കോസ് വെച്ച് പറയാൻ പറ്റുമോ? ഒരു സെന്റൻസ് പറയാം, അതിന്റെ അകത്ത് 3 ബിക്കോസ് വേണം. ഈ 3 ബിക്കോസും അടുത്തടുത്ത് വേണം. ബിക്കോസ് അങ്ങനെ വേണം. മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ് അഡ്ജസ്റ്റന്റ്. അടുത്തടുത്ത് അർത്ഥവും ഉണ്ടാവട്ടെ വാചകത്തിന്. വെറുതെ 3 ബിക്കോസ് പറഞ്ഞാൽ പോലെ ആ വാചകത്തിന് ഒരു അർത്ഥം വേണം. മേക്ക് എ സെന്റൻസ് വിത്ത് 3 ബിക്കോസ്. 3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു വാചകം എന്ന് പറഞ്ഞു. 3 ബിക്കോസ് ഉപയോഗിച്ച് ഒരു വാചകം. അടുത്തടുത്ത് വേണമെന്ന് പറഞ്ഞാൽ ഒരു ബിക്കോസ് കഴിഞ്ഞിട്ട് തന്നെ തൊട്ടടുത്ത ബിക്കോസ് വരണം എന്നാണോ? അതെ. കോമയൊക്കെ വേണമെങ്കിൽ വന്നോട്ടെ, കുഴപ്പമില്ല. കോമയോ സെമിക്കോളനോ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം.
രണ്ടെണ്ണം വന്നോ നജില? ഇല്ല സർ. ഓക്കെ, സാവിയോ പറഞ്ഞോളൂ. Because I love you, because you are my good friend, because you are my favorite person. ഓക്കെ ഓക്കെ, അതെ. ഇപ്പൊ എന്ത് പറയുമ്പോ ബിക്കോസ് ഐ ലവ് യു, അപ്പൊ യുവിൽ അവസാനിച്ചു, വീണ്ടും ഒരു ബിക്കോസ് വരുന്നത്. അതായത് ഒരു വാചക, ഒരു സെന്റൻസ് ഉള്ളതാണ്, അതിനകത്ത് 3 ബിക്കോസ് വന്നിട്ടുണ്ട്. ആ 3 ബിക്കോസും അടുത്തടുത്താണ് വന്നേക്കുന്നത്. ബിക്കോസ് 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 അങ്ങനെ പോയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ സാവിയോ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പോ ബിക്കോസ് ഐ ലവ് യു, യു കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത്. ഓക്കെ, ഷഹാന എന്താ പറയാ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം. മതി, പറഞ്ഞു നോക്കൂ. Yesterday, my children didn't go to school because they have stomach problem, because of food infection, because of eating the chicken. ഓക്കെ ഓക്കെ ഓക്കെ, അത് സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ആ 3 ബിക്കോസ് അടുത്തടുത്തായില്ല, കുറച്ച് അതിന്റെ ഇടയിൽ. ഓക്കെ, യെസ്. I live with him because I marry him, because I love him, because I trust him. ഓക്കെ, സംഗതി കറക്റ്റ് ആണ് ബഷീറ. പക്ഷേ ആ ബിക്കോസ് അടുത്തടുത്തല്ല. ബിക്കോസ് 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 അല്ല, ആ സെന്റൻസിൽ 3 ബിക്കോസ് ഉണ്ട്. ഓക്കെ ബഷീറ, ഐ അപ്രീഷിയേറ്റ് യുവർ അറ്റംപ്റ്റ്. ഓക്കെ, സഹദോണ പറഞ്ഞോളൂ. I don't try to study because I am lazy. Because I don't finish work, I am finish work because I am lazy. സംഗതി കറക്റ്റ് ആണ്. പക്ഷെ 3 ബിക്കോസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അടുത്തടുത്തല്ല വന്നത്. 3 ബിക്കോസ് വന്നിട്ടുണ്ട് സഹദോണ. നേരത്തെ മുബഷീർ പറഞ്ഞ പോലെ 3 ബിക്കോസ് ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സഹദോണെ തന്നെ വിളിക്കുന്നുണ്ട്. സഹദോണ, 3 ബിക്കോസ് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് 2 വാചകങ്ങള് പറയുന്നതിന് പകരം ഒരു വാചകമായിട്ട് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻ എന്ന് പറയും. കൺജങ്ഷൻ 2 വാചകം പറയേണ്ട ഒരു 2 വാചകത്തിന് ഒറ്റ വാചകം. ഇപ്പൊ ഉദാഹരണം പറയാം. ഐ വെന്റ് ടു സ്കൂൾ, ഐ മെറ്റ് ദ പ്രിൻസിപ്പൽ. 2 വാചകമാണ്. ഐ വെന്റ് ടു സ്കൂൾ ഒരു വാചകം, രണ്ടാമത്തെ വാചകമാണ് ഐ മെറ്റ് ദ പ്രിൻസിപ്പൽ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആൻഡ് ഉപയോഗിച്ച് ഒറ്റ വാചകമാക്കാം. ഐ വെന്റ് ടു സ്കൂൾ ആൻഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ, ഒറ്റ വാചകമായി. അപ്പൊ ആൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഈ 2 സെന്റൻസിനെ നമുക്ക് ഒരു സെന്റൻസ് ആക്കി പറയാം. അങ്ങനെ വാചകങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ പറയുന്ന പേരാണ് കൺജങ്ഷൻ. പാർട്സ് ഓഫ് സ്പീച്ചിൽ പറയുന്ന പേരാണ് കൺജങ്ഷൻ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞൊരു വാചകമാണ്. ഓക്കെ, ഇനി സഹദോണ, ഇനി പറ, 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. സഹദോണ, Yes, sir. 3 ബിക്കോസ് ഉപയോഗിച്ച് നമുക്കൊരു വാചകം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയാം. We cannot make a because with 3 sentences. A sentence with 3 because. അങ്ങനല്ലേ? We cannot make a sentence with 3 because. കറക്റ്റ് അല്ലേ? ഞാൻ സാറ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. We cannot make a sentence with 3 because. ഓക്കെ നിത്യ, കറക്റ്റ്. കാരണം അതിനൊരു ബിക്കോസ് പറ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതൊരു കൺജങ്ഷൻ ആണ്. അപ്പൊ കറക്റ്റ് ആയില്ലേ? നജില ഒന്ന് പറഞ്ഞു നോക്കിയാൽ കിടവത്തെ. We cannot make a sentence by using 3 because is a conjunction. വെരി ഗുഡ്. ബിക്കോസ് ഇസ് എ കൺജങ്ഷൻ. അപ്പൊ 3 ബിക്കോസ് അടുത്തടുത്ത് വന്ന സർ, ഇത് ആരുടെ സൃഷ്ടിയാണ്? ഭയങ്കര സംഭവിച്ചിട്ടുണ്ട്. യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെറിയ ചെറിയ സദസ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ആണ്. ഇതൊക്കെ എന്റെ പേഴ്സണൽ സ്റ്റോക്കിൽ ഉള്ള സാധനങ്ങളാണ്. ഞാൻ എന്തെങ്കിലും നടക്കാറില്ല. പിന്നെ MT4 നമ്മുടെ സ്വന്തം മക്കളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ 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 ഓക്കെ, ഇതൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സംഗതി ഇറക്കാം. യെസ്, അപ്പോ
We cannot make a sentence with three because is a conjunction. അല്ല അപ്പൊ അതിന്റെ അർത്ഥവും പൂർത്തിയാവുന്നുണ്ട്, അതിന്റെ മീനിങ് കറക്റ്റ് ആണ്, എവരിത്തിങ് ഇസ് കറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് വിഷയമല്ല. ഓക്കെ, മൂവ് ചെയ്യണം. ഓക്കെ 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 യെസ്. ഇനി ആരാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്ത് വിഷയമായിരുന്നു? ഐ ഡോണ്ട് ഹാവ് അല്ലെ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒന്ന് രണ്ട് പ്രശ്നോത്തരി പോലുള്ള സംഗതികളൊക്കെ ഞാൻ എല്ലാ ദിവസവും പറയാം, ഒരു പ്രാവശ്യം പറയാട്ടോ. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ ആം വെരി ഹാപ്പി. ഓക്കെ യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ഡോണ്ട് ഹാവ്. ഓക്കെ, ഒന്ന് വിഷയം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ്. ബാക്കി ഇനി ആരാ പറയാനുള്ളത്? ഐ ഡോണ്ട് ഹാവ്. ഇനി ആർക്കാണ് എനിക്കില്ല എന്ന് പറയാനോ? ഞാൻ പറയാം സാറേ. പറഞ്ഞു, സജന പറഞ്ഞു. I don't have a good home. I don't have a garden. I don't have iPhone. Yes. I don't have a chain. Okay. I don't have mother-in-law. Very good, very good, very good. Okay, okay, correct. Very good, very good. റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സജന പറഞ്ഞത്. ഓക്കെ സജന, വെരി ഗുഡ്. ഇതെല്ലാം റെഡിയാവും, പഠിക്കുന്നു, ഡോണ്ട് വറി. യെസ്. ഓക്കെ 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 ഓക്കെ. രേഷ്മ, രേഷ്മ ജീന, ജിനു. യെസ്. I don't have a car. Yes. I don't have a daughter. I Yes. don't have a brother. Yes. I don't have pet. Yes. One more. I don't have enough furniture. Okay, okay, okay. Very good. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടുണ്ടെങ്കിലും മിണ്ടാതിരുന്നത് ചെയ്ത. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഐ ഡോണ്ട് ഹാവ്, ഐ ഹാവ് നമ്മൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് ഒരിക്കല് ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Am I right? ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആർ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആർ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ജി ആരംഭിക്കുന്ന ഉത്തരം ആരംഭിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജി, ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് എടുക്കാൻ കണക്കാക്കി വന്നാലേ അപ്പൊ അതിന് ആ കുറിപ്പിന്റെ കയ്യിലില്ല. യെസ്, നല്ല നമ്മൾ ചോദിച്ചു. ജിയില് തുടങ്ങുന്ന ചോദ്യങ്ങൾ, ഉത്തരം വരുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജി ചോദിച്ചിട്ടില്ല എന്നാ തോന്നുന്നു സർ. എച്ചിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജി ചോദിച്ചിട്ടില്ല. ചോദിച്ചു. ചോദിച്ചത് എഫ് ചോദിച്ചാ? എഫ് ചോദിച്ചു, എന്നിട്ട് എച്ച് ചോദിച്ചു. ആറ് ജി ഇല്ല. ജി അന്ന് സാറ് പറഞ്ഞില്ല. എഫ് കഴിഞ്ഞിട്ട് എച്ചിലോട്ടാ പോയത്. ആറും ചോദിച്ചില്ല. ബി, എഫ്, എച്ച് ഇത് മൂന്നാ ചോദിച്ചത്. അതെ, ആറ് ചോദിച്ചിട്ടില്ലേ? ഇല്ല. Cast of colors in the sky. Rainbow. Rainbow. അത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ആറ് പിടിക്കാം കേട്ടാ. എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അന്നേരത്ത് മാറ്റി പിടിക്കാം. ഓക്കെ യെസ്. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ ഇന്നിപ്പോ ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് മനസ്സിലുള്ള ആർക്കൂടെങ്കിലും പറയാട്ടെ, എല്ലാവരുടെ ആൻസറും നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. All answers should begin with the letter R. R എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററിലാണ് നമ്മുടെ ആൻസറുകൾ ആരംഭിക്കുന്നത്. ഓക്കെ യെസ്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1 പോവുകയാണ്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, DROPLETS, falling from cloud. Rain. Okay, Ashwini. Okay, Gina. Okay, Mubashira. Nijila, Anna Roy. It's a correct answer. Rain. Okay, okay. Similar ചോദ്യം. നേരത്തെ പിന്നെ ചോദിച്ചാണ് ആർച്ച് ഓഫ് കളേഴ്സ്. അത് റെയിൻബോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. അടുത്തൊരു ചോദ്യം ചോദിക്കും. A circular gold branch won. Okay, Divya.
Ring. on a finger. Ring. Okay. Very good. Mubashira, okay. Fasila, okay. Ashwari, okay. Najila, okay. Okay. Asi, okay. Very good. It is a ring. Very good. Adutha. A place to board, BOARD. Board trains, TRAINS. Train എന്നാണോ പറഞ്ഞത് സർ? Train. Railway station. Okay. Ashwini Babu, okay. Divya, okay. Parvati, okay. Correct. Railway station. Okay. Very good. Adutha. A thick carpet that covers a small area. A thick carpet that covers a small area. ആറിൽ തുടങ്ങുന്ന ഒരു വാക്കുണ്ട്. സർ ലാസ്റ്റ് പറഞ്ഞ വേണം എന്താ? സ്മോൾ ഏരിയ കാർപ്പറ്റ് ആണ് ഷഹാന. തിക്ക് കാർപ്പറ്റ്. റഗ്ഗാണോ? യെസ്, കറക്റ്റ് ആൻസർ നജില. റഗ്, RUG, റഗ്. പരവതാനി ഇതൊക്കെ നമ്മൾ പറയില്ലേ, ആ വേർഡാണത്. റഗ്, RUG. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A small machine. Okay, Divya. A small machine that controls TV. Remote. Okay, Ashwini. Okay, Gina. Okay, Nitya. Mubashira. Okay, Parvati. Okay. It is remote. Very good. അടുത്തത് ചോദ്യം കുറച്ച് ലെങ്തി ആണ്, അല്ല ടിസ്റ്റിംഗ് ആണ്, ഉത്തരം വളരെ എളുപ്പമാണ്. ചോദ്യം ഇതാണ്. A thick, THSK, strong cord, CORD, cord made by twisting, TWISTING, twisting strands, STRANDS, strands together. A thick, strong cord made by twisting strands together. ഇത്തിരി വ്യത്യാസം വന്നു. പാർവതി, റോഡ് അല്ല, റോപ്പ്, ROPE, റോപ്പ് കേട്ടോ. ഇതിപ്പോ മാറിപ്പോയാൽ ഞാൻ വിശ്വസിക്കുന്നു. റോപ്പ് നോക്കി, വളരെ തിക്കായിട്ടുള്ള ഒരു ചരട് എന്ന് ഉദ്ദേശിക്കുന്നത് റോപ്പാണ്. ബൈ ട്വിസ്റ്റിംഗ്, ഇടകലർത്തിക്കൊണ്ട്, ചെറിയ നൂലുകൾ ഇടകലർത്തിക്കൊണ്ട്, ശകരി ഇടകലർത്തിക്കൊണ്ടാണ് റോപ്പ് ഉണ്ടാക്കുന്നത്. റോപ്പ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. Elevated track rides, RIDES, rides in amusement park. Elevated track rides in amusement park. Ride എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈഡ് അല്ല, റൈഡ് എന്ന് ഞാൻ പറഞ്ഞു. എലിവേറ്റഡ് ട്രാക്ക് റൈഡ് എന്നുണ്ട്. അതിനൊരു പേരൂടി പറയും. റൈഡാണ്, അതിനൊരു വേറൊരു പേരൂടി പറയും. അങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുമ്പോൾ അടിക്കൂടി വന്നു മുളിക്കൂടി വന്നിട്ട് വരുന്നതിന് വേറെ പേര് കൊടുക്കും. റോളർ കോസ്റ്റർ. വെരി ഗുഡ് കേട്ടാ. പറഞ്ഞാൽ തെറ്റിപ്പോവും. എന്താണ് തെറ്റുള്ളത്? ദീപല്ലേ പറയുന്നത്. കറക്റ്റ് ആൻസർ റോളർ കോസ്റ്റർ. അതിന്റെ സ്പെല്ലിംഗ് ഇതാണ്, ROLLE, റോളർ, COASTR. അതായത് നമ്മള് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചെല്ലുമ്പോ മുകളിൽ കൂടി ഇങ്ങോട്ട് വന്ന് താഴെ കൂടി വന്ന് കേൾക്കുള്ളേ, അതിന്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൈഡ് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്. A machine resembling a human being doing complex task. Okay, Parvati. Okay, Mubashira. Correct answer. ഒന്നുകൂടി പറഞ്ഞേ സാർ. പറയാം. ഷഹാന. ഓക്കെ, അതായത് എ മെഷീൻ. ഓക്കെ ദിവ്യ. റിസംബ്ലിംഗ്, തോന്നുന്നത്, ഇതുപോലെ ഹ്യൂമൻ ബീയിങ്, മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു മെഷീൻ. ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക്, കഠിനമായ ജോലികൾ ചെയ്യുന്ന മനുഷ്യനെ പോലെ തോന്നുന്ന ഒരു മെഷീൻ. അതേതാണ്?
It is robot. Very good. A machine resembling human being doing complex task. അടുത്തത് a competition between runners, horses, vehicles. അതിനൊരു പേര് പറയും. A competition. Race. Okay. ജീന okay. കടവത്ത് correct ആണ്. Race. 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 Okay. Correct. Yes. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ റേസ്. ഓക്കെ ദിവ്യ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ആരംഭിക്കുന്നത് ജി എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ജി. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആറായിരുന്നു. ആറിൽ നിന്നും മാറുന്നു, ജിയിലേക്ക് മാറുന്നു. ജി. ഗോഡ് എന്ന് പറയുമ്പോൾ ജി. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബ്ലാക്ക് സ്റ്റിക്ക് inside a pencil. Graphite. Okay. Anna Roy is a correct answer. Okay, Srishmi. Okay, Parvati. Correct answer. A black stick inside a pencil, that is called graphite. Okay. அடுத்தது. Your parents. Apostrophe S under. Your parents. Grandfather. Okay, Nitya. Okay, Srishmi. Correct. Okay, Gina. Okay, Sahadona. Okay, Mubashira. Okay, Fasila. Grandparents. Parents. മാതാപിതാക്കന്മാരുടെ അതാണ് grandparents. Okay. അടുത്തത്. A building. Where? WHERE. Where you grow your plants. PLANTS. ചെടികൾ. Garden. പറഞ്ഞോളൂ. Ground. ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ്. ഗ്രാഫിക് ആണ് ബിൽഡിംഗ്. നിങ്ങൾ കണ്ടു കാണും, നഴ്സറിയിലൊക്കെ പോകുമ്പോൾ കണ്ടു കാണും. കണ്ടിട്ടുണ്ട്. ചിലപ്പോ എന്റെ പേരറിയാൻ പറ്റാത്തതിട്ടായിരിക്കും അല്ലേ. ബിൽഡിംഗ് ഗ്രൗണ്ടിലാണ്, സമ്മതിച്ചു. A building where you grow your plants. അപ്പൊ ഓക്കെ, ആ ചോദ്യം ഞാൻ തിരിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മള് നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഒരു ശ്രീലക്ഷ്മി, യു ആർ റൈറ്റ്. ഗ്രീൻ ഹൗസ്. വെരി ഗുഡ് ശ്രീലക്ഷ്മി. ഗ്രീൻ ഹൗസ്. ഒരു പച്ച ഷീറ്റ് കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് ഒരു ചെറിയൊരു കെട്ടിടം പോലെ അല്ലെങ്കിൽ ഒരു ഷെഡ് പോലെ കാണാം. അതിന് പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ്. അത് വീടുകളിലും വരുമ്പോഴുണ്ടാവും. ടെറസിന്റെ മുകളിലൊക്കെ ആയിട്ട് റെഡിയാക്കാറുണ്ട്. ഓക്കെ. അടുത്തത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. യെസ്. ഓക്കെ. ചോദ്യം ഇതാണ്. ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. To cook food on a metal bar. Okay, Srishmi, very good. Once again, Srishmi is scoring. Mubashira is correct. Grilled. Okay. നമ്മള് ഗ്രിൽഡ് ചിക്കൻ ഒക്കെ കണ്ടിട്ടില്ലേ, കഴിച്ചിട്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രിൽഡ് ചിക്കൻ ഒരു 2-3 കമ്പിയൊക്കെ വെച്ചിട്ട് കമ്പിയുടെ മുകളിൽ വെച്ചിട്ട് നമ്മള് ഫുഡ് റെഡിയാക്കില്ലേ. അടിയിൽ തീ കത്തിച്ചിട്ട് പാത്രത്തിൽ ഇടാതെ ഒരു മെറ്റലിന്റെ എന്തെങ്കിലും കമ്പിയൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ ഫുഡ് കൊണ്ടുപോയി വെച്ചിട്ട് അടിയിൽ തീയിട്ടിട്ട് റെഡിയാക്കുന്നതിനെയാണ് നമ്മൾ ഗ്രിൽഡ് എന്ന് പറയുന്നത്. അത് ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറയുന്നത്. യെസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോൾ ബോംബ് അല്ല, ബോംബ് ത്രോൺ ബൈ ഹാൻഡ്. ബോംബ് എന്ന് പറയാൻ പറ്റില്ല. Okay, Parvati is a correct answer. Najla is a correct answer. Srishmi is a correct answer. Grenade. ബോംബാണ്. ഗൺ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അത് ബോംബല്ല. അപ്പോ ഞാൻ പറഞ്ഞ ചോദ്യം ഇതായിരുന്നു. എ സ്മോൾ ബോംബ് ത്രോൺ ബൈ ഹാൻഡ്. കൈ കൊണ്ട് വലിച്ചെറിയാവുന്ന ചെറിയ ഒരു ബോംബ്, അത് ഗ്രനേഡ് ആണ്. ഓക്കെ.
ഇനി അടുത്ത ചോദ്യം ഞാൻ പറയുമ്പോൾ ആ ചോദ്യത്തിന്റെ അർത്ഥം വരുന്ന ഒരു ഒറ്റ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. യെസ്, ചോദ്യം ഇതാണ്. ടു ബിക്കം ബിഗ്ഗർ, BIGGER, ബിഗ്ഗർ. Growth. ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോ. ഓക്കെ ജീന, ഓക്കെ ശ്രീലക്ഷ്മി, ഓക്കെ മുബഷീറ, ഓക്കെ പാർവതി, കറക്റ്റ് ആണ്. ഗ്രോ, GROW, ഗ്രോ. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് bride, BRIDE, bride. Okay. Anna Roy, okay. Alfina Mol, Parvati, okay. Mubashira, okay. Shahana, okay. Fasila, okay. Sophia, okay. This is correct. Very good. Very good. This is correct. Madam, I will share it with you. That is കാരണം നമുക്ക് പരിചയമുണ്ടായിട്ടുള്ള വാക്കായിരുന്നു. ഒരു ഭാഷയിൽ നമ്മൾ അത് ഓർക്കുന്നുണ്ടാവും. Okay. Next question comes. A unit of weight. ഗ്രാവിറ്റി അല്ലെ? ഗ്രാം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് വെയിറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. പാർവതി ഓക്കെ, ഫസീല ഓക്കെ, മുബഷീറ ഓക്കെ, ഷഹാന ഓക്കെ, അഫ്നാമുൾ ഓക്കെ. ഓക്കെ ഓക്കെ. സോഫിയ ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഗ്രാം, യൂണിറ്റ് ഓഫ് വെയിറ്റ് അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കളർ in between black and white. Oh, very good. Okay, Afnamol. Okay, Srilakshmi. Okay, Mubashira. Okay, Shahana. Okay, Parvati. Very good, very good. That is black. Okay. Yes. Okay. Yes. അതായത് ഇൻ ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ബ്ലാക്കിനും വൈറ്റിനും ഇടയിലുള്ള ഒരു കളർ പറഞ്ഞാൽ ഗ്രേ ആണ്. അത് ഒന്നുകൂടി കളർ കൂട്ടിയാൽ ബ്ലാക്ക് ആയി, ഒന്നുകൂടി കളർ കുറച്ചാല് അതെന്തായി? വൈറ്റ് ആയി. ഓക്കെ. വെരി ഗുഡ്. അടുത്തത് ഐ കം ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ജി വരെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഞാൻ ഇനി ചോദിക്കുമ്പോ. യെസ്, എ പ്ലേസ് വെയർ, WHERE, വെയർ dead people are buried, BURIED. A place where dead people are buried. Grave. Very good. GRAVE, grave. Okay, Srilakshmi, correct answer. Grave. അവിടെയാണ് മരിച്ചവരെ സംസ്കരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഗ്രേവ് എന്ന് പറയും. ഗ്രേവ് യാർഡ് എന്നൊക്കെ പറയാറുണ്ട്. സോഫിയ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഇന്ന് ഒരു വീണ് കിട്ടിയ ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇന്ന് നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനം തന്നെയായിരുന്നു. വീണ്ടും നിങ്ങൾ കഴിവുള്ളവരാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ ഓരോരുത്തര് ഇവിടെ ഐ ഡോണ്ട് ഹാവ് എന്ന് വെച്ച് പറഞ്ഞപ്പോ ചില ആളുകളുടെ മനസ്സിന്റെ വിങ്ങലുകളൊക്കെ അതിനകത്ത് കണ്ടു. അതൊന്നും പേടിക്കേണ്ട. ഈ ഇല്ല എന്ന് പറയുന്നതെല്ലാം നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ഡോണ്ട് വറി, ബി ഹാപ്പി, ബി ഓപ്റ്റിമിസ്റ്റിക് ഇൻ യുവർ ലൈഫ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇത്രയും ദിവസമുള്ള ക്ലാസ്സിനെക്കാളും ഭയങ്കര എൻജോയ് ചെയ്യുന്ന ക്ലാസ് ആയിരുന്നു. അത് വീട് കിട്ടിയ ക്ലാസ് ആയിട്ടുണ്ടാവൂലേ സാറേ? ഓക്കെ. വി വിൽ മീറ്റ്. ഓക്കെ. ഞാനേ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്, ഏതൊരു ടീച്ചർ ആരോ മരിച്ച് ആ ടീച്ചർ ഇല്ല പെട്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ക്ലാസ്സിലേക്ക് എന്നെ? അപ്പൊ MT4 ആണ്. എപ്പൊ കയറി നീ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൂടി വരണിച്ചു. ഈ നമുക്ക് പിന്നീടില്ലാത്തപ്പോ IT സാറൊക്കെ വന്ന ഒരു പ്രതീതി, നമുക്കപ്പോ സന്തോഷമാണല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടെന്നല്ല, എപ്പോഴും പഠിത്തം മാത്രമാണ് എനിക്കരു. ഓക്കെ, നമുക്ക് റെഡിയാക്കാം. നമുക്ക് കുറച്ച് ഗ്രാമങ്ങളുടെ ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓരോ വിഷയങ്ങളായിട്ട് വരാം. പേടിക്കണ്ട. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. ഓക്കെ. Thank you, sir. Okay. Thank you, sir. Okay.